അറബിക്കടലിൽ മുങ്ങിത്താണ് ലൈബീരിയൻ ചരക്ക് കപ്പലിനെ കുറിച്ചിട്ട് പല അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അത് മറിഞ്ഞിട്ട സമയത്ത് പലതും ഇപ്പോൾ തീരത്തോട് അടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തീരത്തോട് അടുക്കുന്നവയിലെല്ലാം തന്നെ എല്ലാം കാലിയായിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ പല രാസവസ്തുക്കളുമുണ്ട്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. ചിലതിലൊക്കെ ഗ്രീൻ ടീ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അന്നാണെങ്കിലും തന്നെ നമ്മൾ ഇപ്പോൾ ഈ കൊല്ലത്തൊക്കെയാണ് അത് കൂടുതലായിട്ടും അടിഞ്ഞു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പൽ മറിഞ്ഞ സാഹചര്യത്തിലാണെങ്കിലും ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിലാണെങ്കിലും തന്നെ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുന്നത്? അതൊരു പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സുനാമിയിലേക്ക് വഴി വെക്കാനുള്ള കാരണങ്ങളൊക്കെ ഈ ഒരു ഇത് സൃഷ്ടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊരു ടൈം ബോംബ് എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന രാസവസ്തുക്കൾ തന്നെയാണ് ഇതിനൊരു ടൈം ബോംബ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് വെള്ളവുമായിട്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകും, അതുമൂലം സുനാമി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മറ്റൊരു രീതിയിലാണ് പോകുന്നത്. ഇതിനെ ഒരു പാകിസ്ഥാൻ്റെ ഒരു ചാരവൃത്തിയെന്നോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന രീതിയിലും ചില വാർത്തകളൊക്കെ വന്നു പോകുന്നുണ്ട്. അതിലിപ്പോൾ വേറൊരു പരാമർശം വന്നിരിക്കുന്നത് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജ് എന്ന് പറയുന്ന ആൾ പറയുന്നത് ഇത് ഈ ഒരു ഷിപ്പിനെ മനഃപൂർവ്വം മുക്കിയതാണ് എന്ന രീതിയിൽ. അതായത് മനഃപൂർവ്വം ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ ഷിപ്പ് ഒരുപാട് എന്താ പറയുക ഇതുപോലത്തെ ഒരുപാട് ആക്രമണങ്ങളാണെങ്കിലൊക്കെ നേരിട്ടുണ്ട്, കടലിൽ വെച്ചിട്ട് തന്നെ നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനു മുമ്പാണെങ്കിലും ഈ ഒരു സാഹചര്യത്തോടു കൂടി തന്നെയാണ് എല്ലാം വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല ഈ ഷിപ്പിന് നേരെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. അല്ലെങ്കിൽ 15 വർഷം മാത്രമേ റഷ്യയിൽ ഒരു ഷിപ്പിന് 15 വർഷം മാത്രമേ അതിന് ഇങ്ങനെ നടത്താനുള്ള അനുമതി ഉള്ളൂ എന്നൊരു രീതിയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ഷിപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി തന്നെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഒരു കമ്പനി അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടത്തിയത് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ചാൾസ് ജോർജ് എന്ന് പറയുന്ന കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അപ്പോൾ പല തരത്തിലാണ് ഇപ്പോൾ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റി പല തരത്തിലാണ് പരാമർശങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ മുങ്ങുന്ന ആദ്യത്തെ ഒരു കപ്പൽ മാത്രമല്ല ഈ ഒരു എൽസ 3 എന്ന് പറയുന്ന കപ്പൽ. പലതരത്തിൽ കപ്പലുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. പ്രക്ഷുബ്ധമായ കടലിൽ പലതരത്തിൽ കപ്പലുകൾ മറിയാനുള്ള ചാൻസുകളുമുണ്ട്. അത്തരം കണ്ടെയ്നറുകളായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. വെയിറ്റ് മൂലം മറിയാനുള്ള ചാൻസും ഉണ്ട്. 26 ഡിഗ്രി ആയിരുന്നു ചരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മറിയുകയും ചെയ്തു. അത് പൂർണ്ണമായിട്ടും മറിയുകയും പിന്നെ അതിൽ നിന്ന് എന്താ പറയുക അതിലെ ഓരോ സാധനങ്ങളുമായിട്ടും കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ സമയത്താണ് നമ്മളെല്ലാവരും പറഞ്ഞത് ചലിക്കുന്നൊരു ടൈം ബോംബ് എന്നുള്ള രീതിയിലാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കൊരു ആശങ്ക എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ കടലിലെ മീൻ ഇനി കഴിക്കാൻ പറ്റുമോ, അതിപ്പോൾ എത്തരത്തിലായിരിക്കും നമ്മളെ ബാധിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ അകത്തുള്ള വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം മത്സ്യങ്ങൾ കഴിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മനുഷ്യരിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയും അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കാൻ പാടില്ല, അതായത് മത്സ്യം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ കേരള തീരത്തായാലും അല്ലെങ്കിൽ മത്സ്യം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴായാലും കേരളത്തിൽ നിന്ന് പിടിച്ചാണോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് പിടിച്ചാണോ അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്ന മത്സ്യങ്ങളാവുമ്പോഴാണ് കൂടുതലായിട്ട് ഇത്തരത്തിലൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് പിടിച്ച മീനുകളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഒന്നാമത് ഈ ചെറു മത്സ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. വലിയ മത്സ്യങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതെ അതെ. കാരണം ചെറിയ മത്സ്യങ്ങളാണ് ഇത്തരത്തിലുള്ള എണ്ണ കലർന്നിട്ടുള്ള വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ അത് കാരണം അതിൻ്റെ ദേഹത്തേക്ക് അത് പെട്ടെന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ വലിയ മത്സ്യങ്ങൾ അത് ഒഴിവാക്കി അതിന് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ മത്സ്യങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിനും പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള മത്സ്യബന്ധനത്തിനും വലിയ രീതിയിലൊരു ആശങ്ക കാണുന്നുണ്ട്. കാരണം
പിന്നീട് ഈ ഒരു മാലിന്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ കണ്ടെയ്നറിനുള്ളിലെ സാധനങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താഴാനാണ് ചാൻസ് കൂടുതൽ. വെയിറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിങ്ങനെ കറങ്ങി നടക്കാനൊന്നുമില്ലാതെ ആ താഴെ വെള്ളത്തിനടിയിലേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അവയെല്ലാം തന്നെ പിന്നീട് പഴങ്ങി ദ്രവിച്ചിട്ട് ഇത് മത്സ്യങ്ങൾ ഭക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നീടുള്ള അതിൻ്റെ ഗണ്യമായ വർധനവ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. മത്സ്യങ്ങളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് ഇറങ്ങാനും അതുപോലെ മീൻ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിലും ഇത്തരത്തിലൊരു ഭീഷണി മുൻപിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ്. അതെ, ഇപ്പോൾ മറൈൻ ഗ്യാസ് ഓയിലിൽ അടങ്ങിയിരിക്കുന്നത് PAH എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തുന്നത് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നേരിട്ടെത്തുന്നില്ലെങ്കിലും അത് നമുക്ക് മത്സ്യങ്ങൾ കഴിക്കുന്നത് വഴിയാണ് നമ്മുടെ ദേഹത്തിലേക്ക് എത്തുന്നത്. അതാണ് നമ്മുടെ ദേഹത്തിലെ ക്യാൻസറിന് വരെ കാരണമാകാവുന്ന ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നിസ്സാര കാര്യമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു സമയത്ത് ഫുഡ്, അതായത് മത്സ്യം തന്നെ കഴിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് വലിയ മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അവയുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ സ്മെല്ല് വരുമെന്നാണ്, PAHന്റെ സാന്നിധ്യം കാരണം മണ്ണെണ്ണയുടെ സ്മെല്ല് വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ മത്സ്യമൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവരും അല്ലെങ്കിൽ മീനില്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഇടയ്ക്ക്. അതിൽ തന്നെ ചെമ്മീനാണ് കൂടുതലായിട്ട് സാധ്യത പറയുന്ന ഒരു കാര്യം. ഉൾപ്പെടെയുള്ള മീനുകൾക്ക് കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് വലിയ മീനുകളാണെങ്കിൽ നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഒരു ഉപദേശവും. അതായിരിക്കും കഴിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്.